വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ മാസം, അതായത് ജനുവരി മാസമല്ല, കഴിഞ്ഞ മാസം തൊട്ടിട്ട് തന്നെ ട്രേഡിങ്ങിൻ്റെ എണ്ണം വളരെ കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഏകദേശം നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ രണ്ട് രീതിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നോർമൽ ഒരു ക്വാണ്ടിറ്റിയിലും വേറെ നമുക്ക് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലും. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല റിട്ടേൺ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് കറക്റ്റായുള്ള എൻട്രി എക്സിറ്റ് ഒക്കെ നമുക്ക് ട്രേഡിംഗ് ചാർട്ട് വെച്ച് കുറച്ച് ട്രേഡിംഗ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്കൊരു വാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു എക്സൽ ഷീറ്റ് കാണുന്നു. ആ എക്സൽ ഷീറ്റിൽ കുറേ എന്തൊക്കെ എഴുതിയിരിക്കുന്നു, അതൊന്നും മനസ്സിലാവുന്നില്ല ഉള്ളൊരു പരാതി ഉണ്ടാകും. ഇപ്പോൾ ജസ്റ്റ് ഞാൻ പറയാം, ഇതിൽ ജനുവരി 1 തീയതി നമുക്ക് ഒരു ഫസ്റ്റ് ട്രേഡ്, സെക്കൻഡ് ട്രേഡ് എന്ന് കാണാൻ പറ്റും. ഇതിന് ടാർഗറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രേഡ് 12 പോയിന്റാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ്. ട്രേഡിൽ എപ്പോഴും നമ്മുടെ ടാർഗറ്റ് 40 പോയിന്റാണ്. ഫസ്റ്റ് ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചു, രണ്ടാമത്തെ ട്രേഡിൽ 40 രൂപ ടാർഗറ്റാണ്. അപ്പോൾ നമുക്ക് അന്നത്തെ കിട്ടിയത് പോയിന്റ് 28. ഈ രണ്ടാമത്തെ ദിവസമാണെങ്കിൽ നമ്മൾ എത്ര മാക്സിമം ഒരു ദിവസം ചെയ്യുന്ന ട്രേഡ് എന്ന് വെച്ചാൽ 2 ട്രേഡ് മാത്രമാണ്. രണ്ടാമത്തെ ദിവസം 2 സ്റ്റോപ്പ് ലോസ് അടിച്ചു. മൂന്നാമത്തെ ദിവസം നമുക്ക് ഒറ്റ എൻട്രിയാണ് കിട്ടിയത്. രണ്ടാമത്തെ എൻട്രി ഉണ്ടാവില്ല, കാരണം ചില ദിവസങ്ങളിൽ എൻട്രി ഉണ്ടാവില്ല. കറക്റ്റായിട്ട് എൻട്രി ഉള്ള ദിവസങ്ങളിൽ മാത്രമേ ട്രേഡ് ചെയ്യും, എല്ലാ ദിവസങ്ങളും ചെയ്യില്ല. നാലാമത്തെ ദിവസം എൻട്രിയേ ഇല്ല. അഞ്ചാമത്തെ ദിവസം ഒറ്റ എൻട്രി കിട്ടി, അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി. 8-ാം തീയതി എൻട്രി കിട്ടിയിട്ടുണ്ട്, അത് അന്നത്തെ ദിവസം പ്രോഫിറ്റ് ആയിട്ടുണ്ട്. 9-ാം തീയതി പ്രോഫിറ്റ് ആയിട്ടുണ്ട്. 10-ാം തീയതി പ്രോഫിറ്റ് ആയിട്ടുണ്ട്. 11-ാം തീയതി 12 പോയിന്റ് ലോസ് വന്നു. 15-ാം തീയതി 40 പോയിന്റ് പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മല്ലി നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല റിട്ടേൺ ആയിരിക്കും. കാരണം ഓപ്ഷൻ ബൈയിങ് ആണ്. ഏകദേശം 40 പോയിന്റ് പ്രോഫിറ്റ് ആകുന്ന സമയത്ത് എത്രയാണ് പ്രോഫിറ്റ് വരുന്നത്? 28% പ്രോഫിറ്റ് വരുന്നത്. അതായത് നമുക്ക് 14,000 15,000 രൂപ ഉപയോഗിച്ച് ഇത്ര ദിവസത്തിൽ 9,200 രൂപ പ്രോഫിറ്റ്. പക്ഷേ 14,000 15,000 രൂപയാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത്? ആ ക്യാപിറ്റലൊന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ ഓപ്ഷൻ ബൈയിങ് ചെയ്യേണ്ടത്. കാരണം അത്യാവശ്യം നല്ലൊരു ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും റിസ്ക് മാനേജ് ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു ക്യാപിറ്റൽ തന്നെ ഉപയോഗിക്കണം. ഇതിനെപ്പറ്റി പൂർണ്ണമായും പഠിച്ച് മനസ്സിലാക്കി സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്ന കോൺഫിഡൻസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ആൾക്കാർ ട്രേഡ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഇന്നേ കോൾസ് കൊടുത്തിട്ടുണ്ട്. കാരണം കോൾസ് കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാധനം ബൈ എന്ന് പറയുന്ന സമയത്ത് പോയി ബൈ ചെയ്യലില്ല. കറക്റ്റായിട്ടുള്ളൊരു കണ്ടീഷൻസ് ഉണ്ട് അതിന്. കറക്റ്റായുള്ള സ്റ്റോപ്പ് ലോസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പഠിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ 150-ലായിരിക്കും ബൈയിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ടാകാം. അപ്പോൾ ഒരു ബൈയിങ് പറയുന്ന സമയത്ത് തന്നെ കാര്യമായിട്ട് ബൈയിങ് എടുക്കുന്ന ആൾക്കാർ കാണുന്നുണ്ട്. അങ്ങനെ എടുക്കുന്ന ആളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലോസ് ആവും. അപ്പോൾ പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ്. കഴിഞ്ഞ മാസം ഏകദേശം 47,000 രൂപ ഇങ്ങനെ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതും ഞാനിങ്ങനെ ഗ്രൂപ്പിൽ ടെലിഗ്രാമിൽ ഒരു പഠനാർത്ഥമായിട്ട് മാത്രമാണ് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് ആരും ട്രേഡ് ചെയ്യാൻ പറയുന്നില്ല. പിന്നെ ട്രേഡ് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ വിളിച്ചിട്ട്, അതായത് 9 മണി തൊട്ടിട്ട് 10:30 വരെ നിങ്ങൾക്ക് അങ്ങനെ സൗകര്യം ഞാൻ ഏർപ്പാടാക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് വിളിക്കാം, ഏതൊക്കെയാണ് എൻട്രി വരാൻ ചാൻസസ് ഉള്ളതെന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ആ ചാർട്ടിൽ അത് വർക്കൗട്ട് ആകുന്നുണ്ടോ എന്നുള്ളത് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ഇത്ര ദിവസം കൊടുത്ത കോൾസുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം എത്ര റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. കാരണം രൂപ ആണ് നമ്മുടെ പ്രീമിയത്തിൻ്റെ റേറ്റ് എങ്കിൽ നമ്മൾ ഏകദേശം 138 ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുക. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് വളരെ നല്ല ടാർഗറ്റ് വെച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പഠിച്ച് മാത്രം ട്രേഡ് ചെയ്യുക, ആ കാര്യം പറയാനുള്ളൂ. അപ്പോൾ അടുത്ത ഡേറ്റാണ്.